കൽപ്പറ്റ നഗരസഭയിലെ UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിരുന്നു KG രവീന്ദ്രൻ. അദ്ദേഹത്തിന്റെ പത്രിക തള്ളിയത് വലിയ രീതിയിൽ UDFനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. പത്രിക തള്ളിയ ഭരണാധികാരിയുടെ നടപടി നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനാപരമായ തടസ്സമുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. പത്രിക തള്ളിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ CPIM ആണ് എന്നാണ് T. സിദ്ദിഖ് MLA പറയുന്നത്. തോൽക്കും എന്ന് ഉറപ്പായപ്പോൾ CPIM കുറുക്കുവഴിയിലൂടെ സ്ഥാനാർത്ഥികളെ വെട്ടുകയാണ് എന്ന് വയനാട് DCC പ്രസിഡന്റ് TJ ഐസക്കും പറഞ്ഞു. ഒരു വാർഡ് അന്യായമായി നിയമവിരുദ്ധമായി ജയിക്കാൻ പറ്റുമോ എന്ന് CPM നടത്തിയ പരീക്ഷണമാണ് ഇവിടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കോടതി ആദ്യം പറഞ്ഞ വാചകം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ നടന്നു എന്നതാണ്. ആ നിയമവിരുദ്ധതയുടെ പിറകിൽ റിട്ടേണിംഗ് ഓഫീസർ മാത്രമല്ല, ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ പിറകിൽ CPM ഉണ്ട്. ഈ റിട്ടേണിംഗ് ഓഫീസറെ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകും. മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച്, അവർ റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ സ്വാധീനിച്ച് യഥാർത്ഥത്തിൽ മത്സരിക്കാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ കുറുക്കുവഴിയിലൂടെ അവരെ സ്ഥാനാർത്ഥിയിൽ നിന്ന് മാറ്റി നിർത്തി വിജയം നേടുന്നതിനുള്ള ശ്രമമാണ് CPM ഇവിടെ നടത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.